ലോലായികത്തിൽ ഇരുളുമില്ലല്ലോ വെളിയുമില്ലല്ലോ കാലം പോലായികത്തിൽ റയ്യറയം റയ്യറയം തകരയേറയം തയ്യറയം തന്നാനേ താനാതിനതയാനം താനാ തന്നാനേ താനാതിനതയാനം താനാ. ഇപ്പൊ ഇദ്ദേഹത്തിന് നാടൻ പാട്ട് പാടാൻ അറിയാം എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇദ്ദേഹം നാടൻ പാട്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് ഇദ്ദേഹം മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം നാടൻ പാട്ടുകാരനാണ്, കലാകാരനാണ്, നന്നായി പാടും. പക്ഷെ ബാനർജിയുടെ കീഴിൽ ഒതുങ്ങി നിൽക്കുവാനോ അല്ലെങ്കിൽ ബാനർജിക്ക് മുകളിൽ വളർന്നു പോകുവാനോ ഒക്കെ പ്രതിഭയുള്ള ഇദ്ദേഹം അതൊരിക്കലും സാധ്യമല്ല. അതൊരിക്കലും സാധ്യമല്ല. അദ്ദേഹം എന്തുകൊണ്ടോ നമ്മള് ഈ ഭരതം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചേട്ടനും അനിയനും തങ്ങളിൽ പാട്ടുപാടുകയും ചേട്ടന്റെ വേദിയിൽ നിന്നും അന്യനുയർന്നു വരികയും അവസരം ചേട്ടൻ അപ്രത്യക്ഷമാകുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മനഃശാസ്ത്രപരമായ സമീപനം. അപ്പം അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹം നാടൻ പാട്ടിന് ഇദ്ദേഹം കഴിവുണ്ടായിട്ട് ഇദ്ദേഹം വീട്ടില് വേറെ ആള് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഒരാള് പ്രതിഭാശാലിയായ പ്രതിഭാധനനായ പ്രതിഭയായ കേരളത്തിനും പുറത്തുമൊക്കെ തന്റെ പ്രതിഭ അടയാളപ്പെടുത്തിയ വി.എസ്. ബാനർജി എന്ന വ്യക്തി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ അതിനകത്ത് പോയി അതിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിഞ്ഞു മാറി. തീർച്ചയായിട്ടും വി.എസ്. ബാനർജിക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. പക്ഷെ വി.എസ്. ബാനർജി എന്ന് പറയുന്ന മഹാനക്ഷത്രത്തിന്റെ മുമ്പിൽ മങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമായി മാറാൻ നിങ്ങൾ ആഗ്രഹിച്ചില്ല. തീർച്ചയായിട്ടും അതല്ലേ. തീർച്ചയായിട്ടും സ്വന്തം വ്യക്തിത്വത്തിലൂടെ വളർന്നു വരാൻ ആഗ്രഹിക്കും. അതായത് ശരിക്കും പറഞ്ഞാല് അതായത് കൊല്ലം, അതായത് നമ്മളുടെ ഒരു ദളിതപക്ഷത്തിൽ നിന്നുകൊണ്ട് ദളിതപക്ഷത്തിൽ നിന്ന് നമ്മള് ഒരു ബഹുമുഖ പ്രതിഭയാണ്. പോലെ തന്നെ ചെലവ് ചെയ്യുന്നതായിരിക്കും അടുത്ത ആഴ്ച പ്രതിഭയാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെലവ് ചെയ്യുന്ന രംഗത്തുണ്ട്, പാട്ടിന്റെ രംഗത്തുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നിനകത്തും അദ്ദേഹം അങ്ങോട്ട് ഉറച്ചു നിൽക്കുന്നില്ല. ഒരു സമയത്ത് ഒരു സമയത്ത് വരയിലാണെങ്കിൽ മറ്റൊരു സമയത്ത് പാട്ടിലാണെങ്കിൽ കൂടെ പഠിച്ചവരോടൊപ്പമാണ്. ചില സമയത്ത് വലയ്ക്കാനാണ് ചില സമയത്ത് എങ്ങുമില്ലാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ വലയ്ക്കാനാണ്. അങ്ങനെ മാറി നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുക അല്ല. ഇപ്പം ആശംസ പറയാൻ, അതായത് MD ഗ്രൂപ്പിന്റെ മാനേജർ, നമ്മുടെ MD ഗ്രൂപ്പിന്റെ മാനേജർ പദവിയിലിരിക്കുന്ന അപ്പു എന്ന് പറയുന്ന നമ്മുടെ ഈ കുടുംബത്തിന് MD ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലിരിക്കുന്ന അപ്പുവിനും പാലക്കാടുകാരിയായ വൈഷ്ണവിക്കും MD ഗ്രൂപ്പിന്റെ ഓണാശംസകൾ അറിയിക്കുന്നു. സ്നേഹവും നമ്മളുടെ നന്ദിയും ഒക്കെ ആശംസിക്കുന്നു. നമ്മൾ പ്രിന്റ് ചെയ്ത് വെക്കുന്ന പല സാധനങ്ങളെയും കൃത്യമായി മുറിക്കുകയും അതിനെ കൂട്ടിയോജിപ്പിക്കുകയും ബുക്കുകളാക്കുകയും അതിലേക്ക് കാർബൺ കോപ്പികളൊക്കെ വെച്ച് അദ്ദേഹത്തെ നമുക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ആശംസ പറയാൻ നമ്മുടെ അണ്ണനെ കൊണ്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കല്ല് പ്രസ്സിൽ നിന്നും ഒരു പക്ഷേ പറക്കിയിടുന്ന പ്രസ്സിൽ നിന്നും കറക്കി കട്ട് ചെയ്യുന്ന മിഷനിൽ നിന്നും ആധുനിക യുഗത്തിലേക്ക് വഴിമാറി കൊടുത്തപ്പോഴും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ശ്രീ SP അണ്ണൻ നമ്മളോട് സംസാരിക്കും. MD സ്റ്റാഫിനും ഉണ്ണിക്കും എല്ലാ ആൾക്കാർക്കും എന്റെ ഓണാശംസകൾ. വരൂ. മംഗളങ്ങൾ അങ്ങനെ പുന്നമൂട്ടുകാരനായിരുന്ന വ്യക്തി അങ്ങ് ഏനാത്തേക്ക് പോയി അങ്ങ് ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ അനിൽ, നിങ്ങൾ നമ്മുടെ MD ഗ്രൂപ്പിന്റെ സഞ്ജയ് പണിക്കരുടെ സഹോദരൻ നമ്മുടെ ഹരിദാസണ്ണന്റെ മകൻ MD ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലെ വിഷ്ണുവിനും ഭാര്യ പ്രയുഗ്നിക്കും MD ഗ്രൂപ്പിന്റെ സ്നേഹമംഗളങ്ങളും ഓണാശംസകളും അറിയിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഇതിന്റെ ഓണാശംസകൾ അറിയിക്കുകയാണ്. അദ്ദേഹം ഒരു ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും. നവവധൂവരന്മാരെ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം.
എങ്ങനെയാണ് സ്റ്റാർട്ട് സോങ്. മൈക്ക് കാണുമ്പോൾ പേടിയുള്ള ആൾക്കാരാണോ? അണ്ണാ സോങ് ആണ്. സംസാരിച്ചോ. ഫോട്ടോഗ്രാഫർ. വളരെ കൃത്യമായ ആൽബം മേക്കിംഗിന്റെ മേഖലയിലും സജീവമായി പ്രവർത്തിക്കുന്ന മനോഹരമായ മൊമെന്റോ ഡിസൈൻ ചെയ്യുന്നതിനകത്തും പ്രാവീണ്യം തെളിയിച്ച രാജേഷിനും കുടുംബത്തിനും ഓണാശംസകൾ അറിയിക്കുന്നു. വേറെ രസമുണ്ട് ഇവിടെ. താനടിക്കുന്നു. പ്രസന്നൻ ആരാണ്? സ്ക്രീൻ പ്രിന്റർ. സ്ക്രീൻ പ്രിന്റിംഗ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വര വരച്ചാൽ അത് കല്യാണം മാത്രമായി മാറും. തീർച്ചയായിട്ടും. അപ്പൊ പ്രസന്റിന് എല്ലാ എന്റെ ഗ്രൂപ്പിന്റെ എല്ലാ സ്നേഹമംഗളങ്ങളും അറിയിക്കുന്നു, ഓണാശംസകൾ അറിയിക്കുന്നു. വേറൊരാൾ ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയാം. എന്താണ്? അദ്ദേഹം ജനിച്ചവിടെ സമയത്ത് നാട്ടുകാരെല്ലാം പത്തലെടുത്ത് നിരത്തടിക്കുമായിരുന്നു. ഗ്രഹണത്തെ തല്ലിക്കൊല്ലാണെന്ന് ഗ്രഹണം വിചാരിച്ചു. അന്ന് കരയാൻ തുടങ്ങിയ ഗ്രഹണൻ ഇന്ന് കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞ ഭാഗ്യവാനാണ്. പക്ഷെ പുള്ളി പറയുന്നത് അതല്ല പറയുന്നത്. പുള്ളിയതൊന്നും അല്ല പറയുന്നത്. അത് പറയാൻ പറ്റത്തില്ല. അത് ഇവിടെ മൈക്കിലൂടെ പറയാൻ പറ്റത്തില്ല. മൈക്കിലൂടെ പറയാൻ പറ്റുന്ന കാര്യം ഞാൻ ചായക്കടയുടെ കാര്യം ഒന്നും ഇവിടെ പറയരുത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ ചായ കുടിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ അതുപോലെ വേറൊരാളുടെ പേര് സൂചിപ്പിക്കാൻ, അതായത് നമ്മുടെ പ്രിന്റിംഗ് മേഖലയിലെ നമ്മുടെ എം ഡി ഗ്രാഫിക്സിന്റെ ഇന്ത്യ ഗ്രൂപ്പിന്റെ പ്രിന്റിംഗ് സെക്ഷനിൽ വളരെ സജീവമായി ആ മേഖല കൈകാര്യം ചെയ്യുന്ന മുനീർ അയക്കുന്നു. കൈയൊന്ന് വെക്കണം. മുനീർ കൈ വെക്കണം. എല്ലാവിധ ഓണാശംസകളും എം ഡി ഗ്രൂപ്പിന്റെ. മുനീർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു പ്രിന്റർ അല്ല, പിന്നെ അവരൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ആണോ? എഞ്ചിനീയറിംഗ് ബിരുദധാരി മാത്രമല്ല, ആ കോഴിമുക്കുള്ള വ്യവസ്ഥിതികളെ മൊത്തവും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് അതിനുശേഷം പ്രിന്റ് ചെയ്തുള്ളൂ. അതൊന്നും അല്ല പ്രശ്നം. ഞാൻ എഞ്ചിനീയറിംഗ് ബിടെക്കാരനാണ്. ആണോ? അത് മോശക്കാരനല്ല. നിങ്ങൾ അങ്ങനെ വിലക്കുറച്ച് കാണുന്നത് മാത്രമല്ല, പാസ്സായത് എനിക്കറിയില്ല. പാസ്സായിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നാളെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതേപോലെ എം ഡി ഗ്രൂപ്പിൽ നിന്നും അനിമേഷൻ മേഖലയിലേക്ക് ചൂടുറപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായ നമ്മുടെ എന്റെ ശിഷ്യൻ കൂടിയായ ചിത്രകലാ മേഖലയിലെ എന്റെ ശിഷ്യൻ കൂടിയായ കണ്ണൻ എം ഡി ഗ്രൂപ്പിന്റെ സ്നേഹമംഗളങ്ങളും ഓണാശംസകളും അറിയിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ ധനഞ്ജയ് പണിക്കർ എന്ന ധനഞ്ജയന് എം ഡി ഗ്രൂപ്പിന്റെ സ്നേഹാശംസകളും ഓണാശംസകളും അറിയിക്കുന്നു. അതേപോലെ ശരിക്കും പറഞ്ഞാൽ എം ഡി ഫ്ലെക്സിന്റെ ഏറ്റവും സൗഹൃദ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മിപ്പിക്കേണ്ട, ഒരുപക്ഷെ നമ്മൾ വിസ്മരിച്ചു പോയ ഒരു പേരാണ് ഇന്ന് അവിചാരിതമായി ഉണ്ണിയുടെ വായിന്നാണ് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഹൃദ്യമായ വളരെ സ്നേഹ നിർഭരമായ ഒരു സന്ദർഭവും സാഹചര്യവും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ സഹോദരനായ എം ഡി ഗ്രൂപ്പിന്റെ ഒരുപക്ഷെ
ഉണ്ണിക്കൊക്കെ ഉപദേശങ്ങൾ കൊടുത്ത് ആശയങ്ങൾ കൊടുത്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് വളരെ വിവേകപരമായ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ സമ്മാനിച്ച് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ശ്രീദാസണ്ണനെ വളരെ വേദനയോടെ നമ്മൾ ഈ ഓണാഘോഷത്തിൽ ഓർക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ഇത് ആദ്യം ഓർക്കേണ്ടതാണ്, പക്ഷെ വിസ്മരിച്ചു പോയി, ക്ഷമിക്കണം. ശ്രീദാസനൻ ഒരുപക്ഷെ അതെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഈ ഒരു ഓണാശംസ അതുകൊണ്ട് ശ്രീദാസനെ അടയാളപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അടിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ ഓർക്കേണ്ട ഒരാളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അടിക്കുമ്പം നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോ നമ്മള് ഈ പറയുന്ന മറ്റൊരു വ്യക്തിത്വം ഈ അത്തപ്പൂക്കൊക്കെ വളരെ ഇങ്ങനെ വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും വികാരങ്ങൾ ആദ്യം പറഞ്ഞു ജിനു നർത്തകനാണ്, ഡാൻസറാണെന്ന് പറഞ്ഞു. അവൻ ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുകയും മുരുകൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തൈപ്പൂയത്തിന് മഹാദേവൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയം. മഹാദേവൻ ശിവൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. തൈപ്പൂയത്തിന് ആൾക്കാരുടെ ശരീരത്തിലേക്ക് യാതൊരു വിധമായ ഒരു ഇല്ലാതെ അപ്പൊ നമ്മുടെ ശ്രീദാസന്റെ മകന് നമ്മുടെ പരമോന് ഫോട്ടോ സെക്ഷനിലേക്ക് പോവുകയാണ്. എനിക്ക് ആദ്യ ഓണാശംസ പറഞ്ഞായിരുന്നു. അപ്പൊ അനിയെ കുറിച്ച് പറയുമ്പോ രണ്ടാമത്തെ പറഞ്ഞു അനിയെ കുറിച്ച് പറയുമ്പം നമ്മുടെ ഈ മോന്റെ പേരുള്ള ലക്ഷ്മി സൗണ്ടിന്റെ എല്ലാ പ്രവർത്തനം മോനാളിക്ക് പ്രവർത്തകനായ ഈ സ്ഥാപനത്തിന് ഏതാണ്ട് 10-25ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്യിപ്പിക്കാനും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ആകെ തോറ്റുപോയിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഈ നിൽക്കുന്ന വിനേഷിന്റെ മുമ്പിലാണ് എന്നുള്ളത് തുറന്നു പറയാതിരിക്കാൻ. പക്ഷേ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ അടിക്കുന്നതിനേക്കാളൊക്കെ ഉപരി മുകളിലായിട്ട് അളവിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും അഗ്രഗണ്യനായ നമ്മളുടെ പ്രിയപ്പെട്ട വിനേഷിന്, അതായത് ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് സർക്കാർ പറയുന്നെങ്കിലും അതിനും മുകളിൽ അതിനും അപ്പുറം ആ നമ്മളുടെ പ്രതിഭയെ വളർത്തിക്കൊണ്ടുവന്ന വിനേഷിന് MD ഗ്രൂപ്പിന്റെ ഓണാശംസകൾ അറിയിക്കുന്നു. മറ്റൊരു വ്യക്തിത്വം വന്നിട്ടുണ്ട്, ശ്രീ രജനീഷ് എന്ന് പറയുന്നത് MD ഗ്രൂപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സജീവമായി പ്രതിഭ കൊണ്ട് കഴിവുകൊണ്ട് ഫോട്ടോഗ്രാഫിയുടെ മേഖലയിലെ കഴിവ് കൊണ്ടൊക്കെ MD ഗ്രൂപ്പിനോടൊപ്പം MD ഗ്രൂപ്പ് വളർന്നതോടൊപ്പം തന്നെ അവന്റെ പ്രതിഭയും വളർന്ന ഒരാളാണ്. അപ്പൊ രജനീഷ് എന്ന ക്യാമറാമാന്, രജനീഷ് എന്ന ഡിസൈനർക്ക്, രജനീഷ് എന്ന മൈനാഗപ്പള്ളിക്കാരന് അവിടെ രജനീഷിനെ അഡ്രസ് ചെയ്യുന്നതിനകത്ത് കുറെ കൂടി വിശദീകരണങ്ങൾ അത്യാവശ്യമായിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയ എങ്ങനെ തന്റേതായ ശൈലിയിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ വാർത്തകളും കാര്യങ്ങളും കൊല്ലം പ്രാദേശികം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ചാനലോ അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയ്ക്കോ ഒക്കെ തന്നെ അദ്ദേഹം തുടക്കം കുറിക്കുന്നു. ഞാൻ സ്റ്റുഡിയോ ചെന്നാൽ തന്നെ എന്റെ ഫോൺ എടുത്തിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലെടുത്ത് ന്യൂസ് എടുത്ത്, ഞാൻ നോക്കാത്ത ന്യൂസ് ആണെങ്കിൽ അതിനകത്ത് കുത്തി ആ പച്ച കുത്തി ആ ന്യൂസ് മൊത്തം റീഡ് ചെയ്ത് അപ്പൊ എനിക്ക് പൈസ കിട്ടുന്നതെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ രജനീഷിന് MD ഗ്രൂപ്പിന്റെ MD ഫ്ലെക്സിന്റെ ഒരു കാര്യം കൂടി രജിസ്റ്ററെ കുറിച്ച് പറയാനുണ്ട്. കേരളത്തിലെ മുഖ്യധാര പത്രമായ ഏജന്റാണ്, ശാസ്താംകോട്ട ലേഖകൻ കൂടിയാണ്. ഒരു കയ്യടി രജനീഷിന് കയ്യടി. അതേപോലെ നമ്മുടെ മാവന്റെ സ്റ്റുഡിയോ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ വ്യക്തിത്വം കൊണ്ട് സാന്നിധ്യം അറിയിച്ച പ്രദീപ് എന്ന് പറയുന്ന നമ്മുടെ പ്രദീപ് വന്നിട്ടുണ്ടോ? പ്രദീപ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നെങ്കിലും വർഷങ്ങളായിട്ട് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നെങ്കിലും അവിടെ ജോലിക്ക് വന്ന നാമമാത്രമായ ആഴ്ചകളെ ആയുള്ളെങ്കിലും പനപ്പട്ടിയിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മുടെ സാന്നിധ്യം അറിയിച്ച പനപ്പട്ടിയുടെ ഒരു ക്യാമറ വുമൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്യാമറ വുമൺ പനപ്പട്ടി മാത്രമല്ല, ഈ അതിന് വിട്ട് ഫേസ്ബുക്കിന്റെ അങ്ങേ അറ്റം വരെ പോയിരിക്കുകയാണ് നിഷ എന്ന് പറയുന്ന കലാകാരി, നിഷ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുടെ പ്രതിഭ നമ്മുടെ ഫേസ്ബുക്കിന് അപ്പുറം.
അതുകൊണ്ടാണ് പ്രതിഭകളെ വളർത്തിയെടുക്കുവാൻ തീർച്ചയായിട്ടും. താല്പര്യമുണ്ടെങ്കിൽ വളരാൻ പറ്റും. തീർച്ചയായിട്ടും. ഫോട്ടോ സ്റ്റുഡിയോ എടുക്കാൻ വന്നവർ ഫോട്ടോഗ്രാഫറായി. തീർച്ചയായിട്ടും ഒരു പ്രതിഭയ്ക്കൊരു കൈയ്യടി. നിഷ എന്ന് പറയുന്ന നമ്മളുടെ കൂട്ടുകാരിക്ക് MD ഗ്രൂപ്പിന്റെ ഡിസൈനർക്ക് ഫോട്ടോഗ്രാഫറിന് MD ഗ്രൂപ്പിന്റെ ഓണാശംസകൾ MD ഗ്രൂപ്പിന്റെ സ്നേഹമംഗളങ്ങൾ അറിയിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത ഫോട്ടോ സെഷനിലേക്ക് പോയിട്ട് നമുക്ക് ഭക്ഷണത്തിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനൊന്നുമില്ല. മുഴുവൻ വിഷയങ്ങൾക്ക് A+ വാങ്ങിച്ച ഒരു വിദ്യാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് നടക്കത്തില്ല. ഞങ്ങൾ എല്ലാം അടിച്ചിട്ടില്ല. അന്ന് കരയാൻ തുടങ്ങിയ ഗ്രഹണൻ ഇന്ന് കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞ ഭാഗ്യവാനാണ്. പക്ഷെ പുള്ളി പറയുന്നത് കല്ലു ഓടി വരും. കല്ലു ഇല്ല. അത് നിഷയുടെ മകൾ അഭിരാമി ഉണ്ട് ഇവിടെ. കണ്ടോ? നിഷയുടെ മകൾ അഭിരാമിക്ക് MD ഗ്രൂപ്പിന്റെ ഓണാശംസകൾ അറിയിക്കുന്നു. ഫോട്ടോ എടുക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാനിപ്പോ സൂര്യൻ ഇച്ചിരി നമുക്ക് വേണ്ടി സമയം വെയിലിൽ നിന്നും